വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ കാണുമ്പോൾ രക്ഷിതാക്കൾക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം കിട്ടൂല. പെൺകുട്ടികളെ രക്ഷിതാക്കളാവട്ടെ, ആൺകുട്ടികളെ രക്ഷിതാക്കളാവട്ടെ, ദിവസവും കേൾക്കുന്ന വാർത്തകൾ മനസ്സിൻ്റെ സന്തോഷം കളയുന്ന കാര്യങ്ങളാണ്. മലപ്പുറം ജില്ലയിലെ കാരക്കുന്നിൽ നിന്ന് ഒരു സജീർ ബാബു എന്ന പേരുള്ള ഒരു 18 വയസ്സുള്ള യുവാവ് ജീവനൊടുക്കിയ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. ആ ഒരു യുവാവ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഫെബ്രുവരി 3-ന്, അതായത് 9 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു കുട്ടിയുടെ അയൽപ്പക്കത്തുള്ള വിവാഹം ഉറപ്പിച്ച നിശ്ചയം കഴിഞ്ഞ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി നിശ്ചയം ഇഷ്ടമില്ല എന്നും പറഞ്ഞിട്ട് നിശ്ചയിച്ച് ഉറപ്പിച്ച വിവാഹത്തിനോട് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ജീവനൊടുക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഈ യുവാവ് ആ ഒരു പെൺകുട്ടിയുടെ ആൺ സുഹൃത്താണത്ര ഈ സജീർ എന്ന പേരുള്ള ഈ ഒരു കുട്ടി. ഇവൻ അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇവനെ ഹോസ്പിറ്റലിലാക്കിയിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അങ്ങനെ ഡിസ്ചാർജ് ആവുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇവനെ പരിശോധിച്ചപ്പോൾ ഇവനക്ക് മാനസിക നില ഒരുപാട് പ്രയാസത്തിലാണ്. അങ്ങനെ മനോനില പരിശോധിക്കുന്ന ഡോക്ടറെ അടുത്തേക്ക് റെഫർ ചെയ്യുക അവർ ചെയ്തത്. അങ്ങനെ ഇന്നലെ അവൻ അവിടുന്ന് ചാടി, അവിടുന്ന് ഹോസ്പിറ്റൽ അധികൃതർ കാണാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോയ കുട്ടിയാണ് ജീവനൊടുക്കുന്ന നിലയിൽ കാണപ്പെട്ടുന്നൊരു വാർത്ത കണ്ടത്. ഈ കുട്ടിയുടെ ഉമ്മ, സജീറിൻ്റെ ഉമ്മ എനിക്ക് വിളിക്കുന്ന ഒരു ഉമ്മയാണ്. ആ ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു, ഇന്നലെ ഈ കുട്ടീനെ കാണാതായപ്പോൾ മാഷേ എൻ്റെ മോനെ കാണാനില്ല. അപ്പോൾ ഒരു പോലീസിൽ പോലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാണാതായി ഉടനെയാണ് ഈ ഉമ്മ എനിക്ക് വിളിക്കരുത്. ഇപ്പം ഞങ്ങൾ എന്നെയോ അവൻ്റെ വാപ്പാനെയോ എന്നെയോ ഒന്നും റൂമിലേക്ക് അവൻ കയറ്റുന്നില്ല. അവൻ്റെ ലൈഫ് ഇങ്ങനെ ആക്കാൻ കാരണം ഞങ്ങളാണ് എന്നാണ് അവൻ പറഞ്ഞ് ആരോപിക്കുന്നത്. സഹിക്കാൻ വയ്യ മാഷേ, ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ ഇന്നലെ കരഞ്ഞുകൊണ്ട് എനിക്ക് വിളിച്ചത്. ഇന്ന് രാവിലെ ആ ഉമ്മയുടെ ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ കരുതി മോനെ കിട്ടിക്കാണുമെന്നുള്ളതാണ്. പക്ഷേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറഞ്ഞു, പൊന്നു മാഷിൻ്റെ മോന് പോയി എന്ന് പറയുന്ന അതും പറഞ്ഞിട്ട് ആ ഉമ്മ പൊട്ടിക്കരയാണ്. പിന്നെ ഒന്നും അവിടെ നിന്ന് പറയുന്നില്ല. പിന്നീട് അവർ ആ ഫോൺ വെച്ചു. അല്ലാഹു ആ യുവാവിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ബർഹമത്ത് കൊടുക്കട്ടെ. മക്കളൊക്കെ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. അവർ പ്രണയിക്കുന്നവരാണ്, നല്ല സ്നേഹമുള്ളവരാണെങ്കിൽ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഒന്നിപ്പിക്കാമായിരുന്നില്ലേ? ആ മക്കളെ ജീവനോടുകൂടി വെറുപ്പോട് കൂടിയിട്ടാണെങ്കിലും നമ്മുടെ കൺമുന്നിലുണ്ടാകുമായിരുന്നല്ലോ. ആരുടെ പിടിവാശിയിലാണ് ആ വിവാഹം നടക്കാതെ പോയത്? ആരുടെ താല്പര്യമായിരുന്നു ഒന്നിക്കരുത് എന്നുള്ളത്? അവരുടെ മണ്ടൻ ബുദ്ധിക്ക് തോന്നി മരണത്തിലെങ്കിലും ഒന്നിക്കട്ടെ എന്നുള്ളത്. ഏതോ കഥകളിലും നോവലുകളിലും സാഹിത്യങ്ങളിലും കണ്ടുമറന്ന പ്രണയത്തിൻ്റെ കഥയിലേതുപോലെ മരണശേഷമെങ്കിലും ഒന്നിക്കാന്ന് കരുതിയാൽ പൊന്നുമക്കളെ, അതൊക്കെ സിനിമയിലും കഥയിലും അല്ലേ? മരണശേഷം നമ്മുടെ ഖബറിൽ നമ്മുടെ നന്മയല്ലാതെ നമ്മുടെ കാമുകിയായിട്ട്, നമ്മുടെ കാമുകനായിട്ട് ആരാണ്ടാവുക? നമ്മുടെ തിന്മകളല്ലേ നമ്മുടെ വില്ലനായിട്ട് കൂടെ ഉണ്ടാവുക? മക്കൾ മറന്നുപോയി ആ ലൈഫ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും യുവാവും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. ഇവർക്ക് 18 വയസ്സായിട്ടുള്ളൂ, ശരിക്കും 19 ആയിട്ടില്ല. ചില മാധ്യമങ്ങളിലൊക്കെ 19 എന്നുള്ളത്. ഈ പെൺകുട്ടിക്ക് 20-21 വയസ്സുണ്ട്. ഇവരൊരു 4-5 മാസമായിട്ട് നല്ല സ്നേഹത്തിലാണ്. അടുത്ത വീട്ടുകാരാണ്, പരസ്പരം വീട്ടുകാർക്കറിയാം. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഇവൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ എങ്ങനെയും ഗൾഫിലൊക്കെ പോകാനുള്ള സെറ്റപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ആരൊക്കെയോ ചേർന്ന് ആ വിവാഹ ബന്ധം വേണ്ട എന്ന രീതിയിലേക്ക് എത്തി. പിന്നെ വാപ്പാനും ഉമ്മാനും മറന്നിട്ട് ഒളിച്ചോടാനൊന്നും അവർ തയ്യാറായിരുന്നില്ല. അവർ നല്ല ആത്മാർത്ഥമായ പ്രണയത്തിലായിരുന്നു. അവരാ വിവാഹം നടക്കൂല എന്ന് കരുതി ആരുടെയൊക്കെയോ വാശിക്ക് ഈ വിവാഹം നടത്തരുത്, അല്ലെങ്കിൽ ഒന്നിക്കരുത്, എന്തുകൊണ്ടോ പരസ്പരം അത് നടത്തരുത് എന്നൊക്കെ ആരുടെയോ പിടിവാശിയിൽ അവർ പരസ്പരം നിസ്സഹായരായി. വീട്ടുകാർ പറഞ്ഞു വേണ്ട, ഈ പ്രണയബന്ധം വേണ്ട, നമുക്ക് നിർത്താം, അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇവരായിക്കോട്ടെ, വേണ്ട, ഒന്നിക്കാതെ ഞങ്ങൾ സ്വർഗത്തിൽ ഒന്നിച്ചോളാമെന്ന് അവരെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ പെൺകുട്ടി മറ്റൊരു വിവാഹത്തിന് തയ്യാറായതും വീട്ടുകാരതിന് വേണ്ടിയിട്ട് അതിൻ്റെ നിശ്ചയമൊക്കെ കഴിച്ചതും. പക്ഷെ നിശ്ചയം കഴിപ്പിക്കുമ്പോഴും ഇവർ തമ്മിൽ വീണ്ടും ബന്ധം തുടർന്നു എന്നുള്ളതാണ്. ഫോണിൽ കൂടെ, ആ ഫോണിൽ കൂടെയുള്ള ബന്ധത്തിലാണ് പരസ്പരം ഇവർ ഭയങ്കര സെൻറ്റി അടിക്കാൻ തുടങ്ങി. ഇവൻ പറഞ്ഞ് എൻ്റെ മാലാഖയാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടാണ് ഈ ചെറുക്കൻ ജീവനൊടുക്കിയത്. ആ ഫോട്ടോ കാണുമ്പോൾ സങ്കടം തോന്നും. കാണുമ്പോൾ തന്നെ അറിയാം രണ്ടും പാവങ്ങളാണ്, നല്ല ചേർച്ചയാണ്. കാണുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് ഒരുമിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ വിധിയുണ്ടായില്ല. അവർ തമ്മിലുള്ള ആ ബന്ധങ്ങൾ വിളിക്കാൻ തുടങ്ങി. ഒരു തരത്തിലും ഇനി ഒന്നിക്കുന്നതല്ല, നിശ്ചയം അവൾ ഉറപ്പിച്ചു. അടുത്ത ദിവസം ശനിയാഴ്ചയോ മറ്റോ നിക്കാഹാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് അവൻ എന്തൊക്കെയോ ഗുളികയൊക്കെ കഴിച്ചിട്ട് അവൻ മയങ്ങി. ഇവൾ കരുതി അത് മരണപ്പെട്ടു എന്ന് കരുതിയിട്ട് അവളും എന്ത് ചെയ്തു, ആ ദിവസം ജീവനൊടുക്കി. അവൾ ജീവനൊടുക്കിയത് കാര്യമായിട്ട് മാറി. ആ ജീവിതം അവസാനിച്ചു. അതറിഞ്ഞപ്പോൾ ഇവനും പിന്നീട് എന്ത് ചെയ്തു, ഞരമ്പൊക്കെ മുറിച്ചിട്ട് ഇതിനു വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഇവന് ഹോസ്പിറ്റലിലായതാണ്. അങ്ങനെ ഹോസ്പിറ്റലിലായിട്ട് അവിടുന്ന് ഇങ്ങനെ റിക്കവറി ആയിട്ടും അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഉമ്മ എനിക്ക് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ഉമ്മ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മോനെ മാഷേ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്, എൻ്റെ മോനൊന്ന് കൗൺസിലിംഗ് ചെയ്യണം, ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പൊന്നുമ്മങ്ങൾ കൊണ്ട് കൊണ്ടുവന്നോളൂ, അടുത്തുള്ളടത്ത് കൊണ്ടുപോയിരിക്കാൻ നല്ലതാവുന്നു, അത്രയും ദൂരങ്ങൾ വരണ്ടേ? അല്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം മാഷാവുമ്പോൾ എനിക്ക് വിശ്വാസമെന്നൊക്കെ പറഞ്ഞ് വളരെ ആശ്വാസത്തോടു കൂടി സംസാരിച്ചതാണ്. പക്ഷേ
അവനക്കറിയാം അവൻ്റെ വിവാഹ ബന്ധങ്ങൾ ഇല്ലാതാക്കിയത് ഉമ്മയും ഉപ്പയോ ആണെന്നുള്ള ധാരണ അവനക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു ഉമ്മാനും കാണണ്ട വാപ്പാനും കാണണ്ട, ഭയങ്കര ദേഷ്യമായിരുന്നു. ഇതൊക്കെ ഉമ്മനെ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ ആ കുട്ടിയാണ് ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വാപ്പാടിമാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. മക്കൾ ഇതുപോലെ പ്രണയത്തിൽ പോകുമ്പോൾ എന്നാൽ ശരി മക്കൾ നിങ്ങൾ പ്രണയിച്ചോരെ കല്യാണം കഴിച്ചോന്ന് ഒരു വാപ്പിയും പറയില്ല. ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ രക്ഷിതാക്കൾ എന്താ ചെയ്യേണ്ടത്? മക്കൾ ഇതുപോലെ ഇന്ന് ഇവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകൾ തന്നെയാണ്. ഇപ്പോൾ ഇന്നൊരു ദിവസം എൻ്റെ സുഹൃത്ത് വേദനയോടുകൂടി പങ്കുവെച്ച മാഷേ എൻ്റെ മോളുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ഞാൻ എന്താണെന്ന് വെച്ചു, ഇപ്പോൾ മോള് പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്, അവൾക്കത് വാശി കിട്ടണമെന്ന വാശി തന്നെയാണ്, അവൻ തന്നെ മതി. അങ്ങനെ നിർബന്ധപൂർവ്വം ഇയാൾ കെട്ടിപ്പിച്ചു കൊടുത്താണ്. ഇപ്പോൾ അന്ന് ഇയാൾ അന്വേഷിച്ച് പറയുന്നവന് ഡ്രഗ്സിന് അഡിക്റ്റാണ്, അവൻ കള്ള് കുടിക്കും, അവനെ നന്നായിട്ട് മർദ്ദിക്കും, അവൻ്റെ വീട്ടുകാർ മോളുടെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല, അതൊന്നും വേണ്ട, അതൊന്നും അറിയേണ്ട, എനിക്ക് ഓനെ തന്നെ മതി എന്ന് പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച് ഇപ്പോൾ അതാ 4 മാസമായിട്ടുള്ളൂ. നല്ല അടി കണ്ട് കിട്ടിയിട്ട് ഇങ്ങനെ വരും, കരഞ്ഞു വരും അത്ര മോള്. അപ്പോൾ എന്നോട് ചോദിക്കുക ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് ആ കേസ് അറിയാം. ഞാൻ പറഞ്ഞു നന്നായിട്ട് നിങ്ങൾ അവൾ ഇഷ്ടത്തിന് വേണ്ടി കെട്ടിപ്പിച്ചു കൊടുത്താലേ സഹിച്ചോളാൻ പറഞ്ഞ ആളെന്ന് പറഞ്ഞു. വാപ്പാക്കും അതിലൊരു റിസ്ക്കും ഇല്ല എന്ന് ഞാൻ ആ ചങ്ങാട് പറഞ്ഞിട്ട് വേറെ എന്താ മാർഗം ഉണ്ടാവുക? മക്കൾക്ക് മനസ്സിലാവണില്ല. വാപ്പി ഇമ്മിയും മക്കളുടെ ഭാവി കളയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാരല്ല. മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പല പ്രണയബന്ധങ്ങൾ ഇവർ സമ്മതിക്കാത്തത്. പൊന്നുമ്മമാരുപ്പമാരെ നമ്മുടെ മക്കൾ പ്രണയിക്കുമ്പോൾ പരമാവധി ഞാൻ കൗമാരക്കാല പ്രണയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഈ പെൺകുട്ടി +2 കഴിഞ്ഞിട്ട് PSC പരിശീലനത്തിനൊക്കെ പോയിരുന്നൊരു കുട്ടിയാണ്. ഇവരുടെ ഉപ്പ 2 വർഷം മുൻപാണ് ഈ പാവം പെൺകുട്ടിയുടെ ഉപ്പ മരണപ്പെട്ടത്. 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. ആ ഉപ്പാക്കും ഉമ്മാക്കുള്ളത്. ആ ഉമ്മ പിന്നെ നിൽക്കുന്നത് എളാപ്പാടെ വീട്ടാണ് നിൽക്കുന്നത്. വളരെ നല്ല കുടുംബക്കായിരുന്നു. ആ വീടൊക്കെ വിറ്റിട്ട് ഇപ്പോൾ മറ്റൊരു വീട്, ഇപ്പോൾ ഈ പറയുന്ന സജീറിൻ്റെ വീടിന് അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ പരസ്പരം അറിയുന്നവരാണ്, പരസ്പരം ഒന്നിക്കാൻ കഴിയുന്നവരാണെങ്കിൽ പരമാവധി ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. അവിടെ അനാവശ്യമായ വാശി അല്ലെങ്കിൽ കുടുംബപരമായ ഒരു ഭിന്നത, ഒരു ദുർവാശിയാണ്. എൻ്റെ മോന് ഞാൻ പറഞ്ഞോളെ തന്നെ കെട്ടണം, ഞാൻ പറയുമ്പോൾ തന്നെ കെട്ടണം എന്നുള്ള, അല്ല എൻ്റെ മോന് അങ്ങനെയാകാവൂ ഇങ്ങനെയാകാവൂ എന്ന വാശിപ്പുറത്തുണ്ടാകുമ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മുടെ കൺമുന്നിൽ നിന്നാണ് ഇല്ലാതായി പോണത്. ഇവരുടെ പലരും ഇവരുടെ വീഡിയോക്ക് അല്ലെങ്കിൽ വാർത്തക്ക് താഴെ പ്രണയത്തിൽ ഒന്നിച്ച ആളുകളാണ്, അല്ലെങ്കിൽ പ്രണയം കൊണ്ട് ലൈഫിൽ ഒന്നിക്കാൻ കഴിയാത്ത ആളുകൾ മരണശേഷം ഒന്നിച്ച് വളരെ കാൽപ്പനികമായിട്ട് എഴുതിയ ആളുകളുണ്ട്. ആ കാൽപ്പനികതക്കപ്പുറം ഇതൊരു പൊട്ടത്തരല്ലേ? ഇങ്ങനെ നിങ്ങൾ മരണപ്പെട്ടു പോയ മക്കൾ ആർക്കാ നഷ്ടം? ഈ വീഡിയോ കാണുന്ന പ്രണയിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കാണുക. നിങ്ങൾ പ്രണയിച്ച് നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വേദനയോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക, അത് മറക്കാൻ ശ്രമിക്കുക. അതിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ ജീവൻ എടുക്കരുത്. എന്നിട്ട് ആർക്ക് പോയി നിങ്ങളുടെ ഖബറിൽ നിങ്ങളുടെ നന്മയും നിങ്ങളും അല്ലാതെ തിന്മയും അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല, വാപ്പി ഇമ്മയൊന്നും ഉണ്ടാവില്ല. അവിടെ നിങ്ങൾക്ക് റൊമാൻറ്റിക്കിൻ്റെ ഗാനങ്ങൾ പാടാനും കവിതകൾ ആലപിക്കാനും ആരും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ സിനിമയിലും കഥയിലും മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ കൂടെ നമ്മുടെ നന്മകളെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഈ വഴി തിരഞ്ഞെടുക്കരുത്. രക്ഷിതാക്കളെ നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു കൗമാരക്കാല പ്രണയമാണ് ഒരിക്കലും അംഗീകരിക്കരുത്, ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. പരമാവധി അവരെ കൗൺസിലിങ്ങിന് കൊണ്ടിട്ട് നേരാവുന്നില്ലെങ്കിൽ, കൗമാരം കഴിഞ്ഞ് വലുതായിട്ടാണ് അപ്പോൾ ഇവരൊക്കെ പോലെ 19 വയസ്സ് 20 വയസ്സിലൊക്കെ ആയിട്ട് പ്രണയമെങ്കിൽ നമ്മൾ നോക്കുക നമ്മുടെ ഒരേ മതമാണ്, പിന്നെ നമുക്ക് പറ്റാവുന്ന സാമ്പത്തിക അന്തരമാണോ ഉള്ളത്, ഓക്കെ, എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. പരമാവധി ഇവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് വിട്ടു പോവാത്ത അത്ര ഹൃദയബന്ധമുള്ളവരാണെങ്കിൽ ഒന്നിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക മക്കൾ ഇന്ന പ്രശ്നങ്ങൾ. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒന്നിക്കലിനോടൊപ്പം 2 കുടുംബവും തമ്മിലുള്ള ഒന്നിക്കലല്ലേ വിവാഹം. അത് സാധിപ്പിക്കുമെങ്കിൽ മക്കളുടെ കണ്ണീര് കാണാൻ വാപ്പാക്കും മക്കും പറ്റൂല. ചില മക്കൾ ചതിക്കുകയാണ്. ചില മക്കളെ എനിക്കൊരു പ്രണയബന്ധം ഇല്ല എന്ന് പറഞ്ഞ് വിവാഹത്തിൻ്റെ തൊട്ട് മുൻപൊക്കെ ഒളിച്ചോടുന്ന, അല്ലെങ്കിൽ എങ്ങനെയും ചതിച്ചിട്ട് വിവാഹം മുടക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഒരു കാര്യം ഓർക്കുക, മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾ എത്ര വലിയ സുഖസൗകര്യത്തിൻ്റെ അനുരാഗ കൊട്ടാരം പണിതാലും അതൊരു ഹൈറിൽ നിൽക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് രക്ഷിതാക്കളോടാണ്, നിങ്ങളുടെ വാശിപ്പുറത്ത് മക്കളുടെ ലൈഫ് നിങ്ങൾ തകർക്കരുത്. നിങ്ങളുടെ വാശിപ്പുറത്ത് മക്കളുടെ ലൈഫ് തകർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണീരും നിങ്ങൾ കാണേണ്ടി വരും. ചില ആൾക്കാർക്ക് ഭയങ്കര വാശിയാണ്, ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ മക്കളായാലുമുള്ള ആരാലുമുള്ള നടക്കൂല എന്നുള്ളൊരു തീരുമാനം. എന്നിട്ട് നിങ്ങൾ എന്ത് നേട്ടാ നേടണത്? ഈ ഒരു കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. കാണുമ്പോൾ എന്തൊരു തരത്തിൽ പാവങ്ങളാണ് ആ 2 കുട്ടികളും. അവരെ കാണുമ്പോൾ നല്ല ചേർച്ചയുണ്ട്. ഒരു പക്ഷെ ആരൊക്കെയോ ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, പിന്നെ ആരുടെയോ വാശിക്കത് നടക്കാതെ പോയി. പറയുമ്പോൾ വേറൊരു ജാതിയോ മതമോ ഒക്കെ ആണെങ്കിലും ഓക്കെ, അത് നടക്കൂല വിചാരിക്കുക. അതൊന്നും അല്ലല്ലോ. പരസ്പരം അറിയുന്നവരാകുമ്പോൾ പിന്നെ കാശും പണവും ബാക്കിയുള്ളതൊക്കെ പിന്നെ ഉണ്ടാവുമോ? ഒന്നാമതായിട്ട് വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ഘടകം നോക്കിയാലും പരസ്പരം മനസ്സിലാക്കുന്നവർ, പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ 2 ഘടകം, അതൊരു പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ മറന്നേക്കൂ. വിട്ടുപോകാത്ത, അതായത് ഒഴിഞ്ഞു പോകാത്ത ബന്ധങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, സാധ്യമാകുന്നതാണെങ്കിൽ നമ്മളത് കണ്ണടച്ച്, ചിലതൊക്കെ ഞാൻ അന്ന് പറഞ്ഞല്ലോ, എല്ലാം എല്ലാവരിലും ഉണ്ടാവില്ല.
എല്ലാ ക്വാളിറ്റിയും എല്ലാ ഗുണങ്ങളുള്ള ആളുണ്ടാവില്ല. നമ്മൾ കണ്ടെത്തുന്ന ഒരാൾക്ക് ഈ പറയുന്ന സ്നേഹസമ്പന്നനാവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അവരായിട്ട് കണ്ടെത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് നന്നായിട്ട് സംസാരിച്ച് കൗൺസിലിങ്ങിനൊക്കെ കൊടുത്ത് മനസ്സൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അവർ വ്യക്തത വരുത്തിയിട്ട് അവരെന്നിട്ടും ആ തീരുമാനത്തിലാണെങ്കിൽ നടത്തി കൊടുക്കല്ലാതെ നമ്മുടെ കയ്യിൽ എന്താ? നമ്മുടെ മക്കൾ നമുക്ക് പ്രായപൂർത്തിയാവണ വരെ വളർത്തി വരുന്നവർ നമ്മുടെ അധീനതയിലുള്ളൂ. അത് അവരൊരു വ്യക്തികളല്ലേ, അവർക്കുണ്ട് ആഗ്രഹങ്ങൾ, അവർക്കുണ്ട് സ്വപ്നങ്ങൾ, അവർക്കുണ്ട് തീരുമാനങ്ങൾ. ആ തീരുമാനം അനുസരിച്ച് പോകട്ടെ. അതാണ് പക്വതയുള്ള രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. അല്ലാതെ മക്കളുടെ ജീവൻ കൊണ്ട് പന്താടരുത്.